വിഷ്വലുകൾ വരുന്നു, ചായ കുടിക്കുന്ന വിഷ്വൽ വരുന്നു, താഴെയൊക്കെ അദ്ദേഹത്തിന്റെ അനുയായികൾ ഉഫ് ആൺകുട്ടി പുലി തീ എന്നൊക്കെ മെസ്സേജുകൾ പറപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയൊക്കെ അനുയായികളാണ് ഒരു വിഭാഗമെങ്കിലും അവരിൽ. അപ്പൊ എന്തുകൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തു, നേതാക്കളൊക്കെ തള്ളിപ്പറഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ അണികൾക്ക് ബോധ്യപ്പെടാത്തത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അഭിലാഷേ, ഇതിലൊരു വസ്തുതാപരമായി നമ്മൾ പരിശോധിച്ചാലേ ഈ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഈ സർക്കാർ തന്നെയാണ്. അത് പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായല്ലോ. കാര്യം എത്രയേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി കൃത്യമായ നടപടി സ്വീകരിച്ചു, ഘട്ടം ഘട്ടമായി ഓരോ നടപടി എടുത്തു. ഇതിന്റെ ഈ പരാതിയുടെ തീവ്രതയൊന്നും അളന്നിട്ടല്ല ഞങ്ങൾ നടപടി എടുക്കുന്നത്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപടിയെടുത്തു. അങ്ങനെ ഒരു നടപടി എടുക്കാത്തവർ ഇന്നും ഞങ്ങളെ വിമർശിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയാൻ കാരണം, ഇന്നും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അണികൾ മാത്രമല്ലെന്നേ, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. രാഷ്ട്രീയം ഇല്ലാത്തവരും വിചാരിക്കുന്നു. കാരണം രാഹുൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഒരു ചാമ്പ്യൻ തന്നെയായിരുന്നു രാഹുൽ. അങ്ങനെ ഒരു രാഹുൽ ഒരു കേസിൽ പ്രതിയാകുമ്പോൾ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒന്നാമത്തെ കാര്യം. അതിന് കാരണം എന്താ? ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി പ്രതിയാക്കാൻ വേണ്ടിയിട്ട് CBIയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ. ഉളുപ്പുണ്ടോ പിണറായി വിജയന് സ്ത്രീലമ്പടന്മാരെന്ന് മറ്റാളുകളെ വിളിക്കാനായിട്ട്? ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചിട്ട് ഇക്കിളി കൊണ്ട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ഇന്ന് കേരളത്തിൽ യഥാർത്ഥമായിട്ടുള്ളതോ ഇല്ലാത്തതോ ഉള്ളതോ ആയിട്ടുള്ള പരാതികൾ ആർക്കെതിരെ വന്നാലും പൊതുജനം വിശ്വസിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഈ സർക്കാരിന്റെ കുൽസിത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നതെന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങി. അതൊരു ആ ഗതികേടിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിച്ചതിന്റെ ഒന്നാം പ്രതി പിണറായി വിജയൻ സർക്കാരാ. ഇനി എനിക്ക് സുരേഷ് കുമാറിനോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് സംഘടനാപരമായിട്ടുള്ള നടപടി. രാഹുലിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. ഉത്തരവാദിത്ത ബോധത്തോടെ ഞങ്ങൾ പറയുന്നു, നടപടിയെടുത്തു. ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, P ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PK ശശിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു, നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PT കുഞ്ഞുമുഹമ്മദിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ പാർട്ടിക്ക് തോന്നുന്നുണ്ടോ? മുകേഷിനെതിരെ സംഘടനാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗണേഷിന്റെയും ശശീന്ദ്രന്റെയും പിന്തുണ വാങ്ങി ഭരിക്കണമെന്ന് പിണറായി വിജയന് തോന്നുന്നത് ഉളുപ്പില്ലായ്മ കൊണ്ടല്ലേ? ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കും.